നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഡ്രമ്മിൽ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പ്രയോജനമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഡ്രമ്മ് വാങ്ങിച്ചപ്പോൾ തന്നെ അതിൻ്റെ ചോട്ടിൽ ആ സൈഡുകളിലായിട്ട് 4-5 ഓട്ടകൾ അവരെ കൊണ്ട് തന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ തൊണ്ടടുക്കിയിട്ട് ഇവിടെ കുറച്ച് പഴയ തൊണ്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പെറുക്കിയിട്ട് ഫസ്റ്റ് ഒരു 1-2 ലെയർ തൊണ്ടടുക്കി. അതിന് ശേഷം കരിയില അടിച്ച് വാരി കൂട്ടിയതെല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തട്ടിക്കൊടുത്തു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ നടാം. ഒന്നിൽ ഇതിങ്ങനെ മണ്ണ് മൂടിയിട്ട് ഒരു 1-2 ആഴ്ച ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇതൊന്ന് താഴ്ന്നതിന് ശേഷം വേണമെങ്കിൽ തൈ നടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നടാം. ഇപ്പം ഞാൻ 2 ആഴ്ചയൊന്നും വെക്കുന്നില്ല, ഉടനെ തന്നെ നടുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ മണ്ണിട്ടതിന് ശേഷം ഒരു ലെയർ ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടെ നിരത്തി, എന്നിട്ട് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ കവറ് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് നടുകയാണ്. അപ്പോൾ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ മെയിൻ വേര് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ആ മെയിൻ വേര് കണ്ടോ, ഒരു വേര് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടാത്ത രീതിയിൽ നമ്മൾ എടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുക്കായിട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇത് അടിയിൽ ഫുള്ള് കരിയില ആയത് കാരണം ഇത് ഒന്ന് താഴും. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രമ്മിൻ്റെ പകുതിയോളം ഇത് താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ മണ്ണിട്ടിട്ട് വളവും കൂടെ ഇട്ട് കൊടുക്കുക, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ സാധാരണ ചെയ്യുക. അപ്പം ഇത് അങ്ങനെ ഇരുന്നോട്ടെ. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.